വിജയശതമാനം ഉയരുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ഉയർന്നിട്ടുണ്ടെന്നും അത് കൂടുതൽ ഉയർത്താനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാകേണ്ടതെന്നും സ്പീക്കർ റയാൻ ഷംസീർ പറഞ്ഞു. തലശ്ശേരി ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന തലശ്ശേരി ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1,54,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് കാതലായ പരിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ശേഷിയുള്ളവർ മാത്രമേ രക്ഷപ്പെടൂ. നിങ്ങൾ വെറുതെ സീറ്റില്ലാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. സീറ്റില്ല, എനിക്ക് സീറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് MLA പോയി കാണണം. MLA ഒന്നും ചെയ്യാൻ പറ്റില്ല. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഏതെങ്കിലും ക്യാമ്പസിൽ സീറ്റ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. ഇവിടെ SSLC പരീക്ഷ ഇങ്ങനെ ഓൾ പാസ്, അതിനോട് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുള്ള അതിൻ്റെ കൂടെയാണ്. അപ്പോൾ ചർച്ച എന്താ നടക്കുന്നത്? അത് എല്ലാവരെയും പാസ്സാക്കാതെ ഈ ലൈൻ ശരിയല്ല. ചിലരിപ്പോൾ ഇറങ്ങി ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ, ഞങ്ങൾ ഈ ലൈനോട് യോജിക്കുന്നവരല്ല. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടണം. ഇങ്ങനെ എല്ലാവരെയും പാസ്സാക്കി ഇവിടെ ഇതിനടുത്ത് തോപ്പിക്കാനല്ല, ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവേണ്ടതുണ്ടോ? ഇപ്പം ഞാൻ SSLC പഠിക്കുമ്പോൾ അന്ന് പാസ് പെർസെൻറ്റേജ് 60% കേരളത്തിൽ. ഇപ്പോൾ എത്രയാണ്? ഇപ്പം 99 കഴിഞ്ഞു. 99 കഴിഞ്ഞ് നിൽക്കുമ്പം ഇത്രയും ആളുകൾ പാസ്സാക്കും. അതിനർത്ഥത്തിൽ ഇതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുന്നുണ്ടോ? ചർച്ച നടക്കണം. ക്വാളിറ്റി ഉയരണം. ക്വാണ്ടിറ്റി പാസ് പെർസെൻറ്റേജ് ഉയരലല്ല, ക്വാളിറ്റി ഉയരണം. ആ ക്വാളിറ്റി ഉയർത്താൻ ആവശ്യമായ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ചിറക്കര ക്രിക്കറ്റ് ക്ലബ്ബ് വിദ്യാലയമുറ്റത്ത് ഒരുക്കിയ ക്രിക്കറ്റ് പിച്ചിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. വിവിധ രംഗങ്ങളിലെ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശബന ഷാനവാസ് നിർവഹിച്ചു. C. സോമൻ, TP റാഷിദ, V. ഷീജ, MA സുധീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.